സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയൻ മുഖം കണ്ടു കാൽവരി മലമേൽ. അന്നാ കാൽവരി മലമേൽ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മശിഹാരാജൻ അന്നാം മലമേൽ പാടുകളേറ്റപ്പോൾ. മശിഹാരാജൻ അന്നാം മലമേൽ പാടുകളേറ്റപ്പോൾ. തിരുകാൽക്കരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ. തിരുകാൽക്കരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ. ഓ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മനുഷ്യപുത്രൻ അന്നാം മലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ. മനുഷ്യപുത്രൻ അന്നാം മലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ. മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ. മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ. ഓ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേൽ. അന്നാ കാൽവരി മലമേൽ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ.
പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വർഷത്തിന്റെ ആരംഭം മുതൽ ഈ അവസാന മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്ന അവസാനത്തെ ഞായറാഴ്ച രാത്രികാലം ഞങ്ങളുടെ സന്നിധിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗം ഞങ്ങളോട് കാണിച്ച ദയയ്ക്കും കരുണയ്ക്കുമായ സ്തോത്രം. ഞങ്ങളെക്കാൾ ബുദ്ധിമാന്മാർ, ആരോഗ്യമുണ്ടായിരുന്നവർ, സൗന്ദര്യമുണ്ടായിരുന്നവർ എത്രയോ പേര് കർത്താവെ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ഈ ഭൂമുഖത്ത് അവിടുന്ന് ഞങ്ങളെ ഈ പകൽക്കാലവും ഈ രാത്രിയുടെ സമയം വരെയും അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ച ദയയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു തരാത്ത എല്ലാ ദാനങ്ങൾക്കുമായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം ഒരു മനസ്സോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വരുവാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവദിനം വായിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. അടിയന്റെ നാവോട് കൂടിയിരിക്കണമേ. ഈ രാത്രികാലം അവിടുത്തെ സിദ്ധ്യമായ ശബ്ദം, മന്ദമായ ശബ്ദം ഞങ്ങളുടെ കാതുകൾക്ക് കുളിർമയേകുവാൻ, ഞങ്ങളുടെ അന്തരാത്മാവിന് അത് വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, ഞങ്ങളുടെ പ്രത്യാശ പുതുക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. കൃപയുടെ മറവിലോട് നിങ്ങളെ മറയ്ക്കണം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം, ഈ ഞായറാഴ്ച, ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച രാത്രികാലം ഒരുമിച്ച് നമുക്കിങ്ങനെ ദൈവസന്നിധിയിലായിരിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസിയോട് ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ അതിന് മുൻപായി പ്രാർത്ഥനയെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇന്നയോളം അത്ഭുതകരമായി, അതിശയകരമായി നമ്മെ കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം, തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ സമീപത്തിലുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ ഈ രാത്രികാലം നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് അല്പസമയം നമുക്ക് കടന്നു പോകണം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഭാരത്തോടെ, നൊമ്പരത്തോടെ, ആധിയോടെ ഈ രാത്രികാലം കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സൗഖ്യമാകുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവിക പ്രത്യാശ പുതുക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ഈ രാത്രികാലം മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വേദഭാഗം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് വായിക്കണം. എല്ലാവർക്കും പരിചിതമായ 103-ാം സങ്കീർത്തനം. 103-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ആമേൻ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. അതിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനത്തെ 22-ാമത്തെ വാക്യം വരെ പലർക്കും കാണാപ്പാടമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, 23-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ദൈവമക്കളുടെ മനസ്സിൽ കടന്നു വരുന്ന അനേകം വേദവാക്യങ്ങൾ നമ്മൾ കാണുന്നത് 103-ാം സങ്കീർത്തനത്തിലാണ്. പലരും ഹൃദിസ്ഥമാക്കിയിട്ടുള്ളതായ ഒരു വേദഭാഗമാണ് 103-ാം സങ്കീർത്തനം. ആ 103-ാം സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ദാവീദിന്റെ തൂലികയിൽ നിന്ന് നിർഗളിച്ചതായ ഒരു സങ്കീർത്തനമാണ്. ഇതൊരു അത്യുത്കൃഷ്ടമായ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ സപ്തവർണ്ണപ്രഭകളായ സപ്തസൗധങ്ങളോട് തുലനം ചെയ്ത് ഈ സങ്കീർത്തനത്തെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്നാമത് നമ്മൾ കാണുന്നത്, 1-ാം വാക്യത്തിൽ കാണുന്ന മുഴു ഹൃദയത്തോടും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദേവാലയം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ആദ്യം കാണുന്നു. 1-ാം വാക്യം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ മുഴു ഹൃദയത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു ദേവാലയം, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം.
രണ്ടാമത് നമ്മൾ 2-ാം വാക്യം നോക്കിയാൽ സകല അകൃത്യവും മോചിക്കുന്ന ഒരു കോടതിയെ നമുക്ക് 2-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. ഇവിടെ പറയുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അകൃത്യം, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ പാപങ്ങൾ. ലോകപ്രകാരം ഒരു കോടതിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതായ കുറ്റങ്ങൾക്ക് ശിക്ഷ കിട്ടുന്ന കോടതി ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ്, നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നതായ ഒരു കോടതി. മൂന്നാമത് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു ആശുപത്രി, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നമ്മൾ കണ്ട് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നാലാമത് നമ്മൾ കാണുന്നത് യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നതായ ഒരു പവർ ഹൗസ്. അതാണ് നാലാമത് നമ്മൾ കാണുന്നത്. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നമ്മെ തൃപ്തി വരുത്തുന്ന ഒരു പവർ ഹൗസ്. 5-ാമത് നമ്മൾ നോക്കുമ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ഒരു ഫെല്ലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ ഭവനം 5-ാമത് നമ്മൾ കാണുക. 13-ാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. 6-ാമത് നമ്മൾ കാണുന്നത് അതിന്റെ 15-16 വാക്യങ്ങളാണ്. പുല്ലുപോലെയുള്ള മനുഷ്യായുസ്, മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയുന്ന അങ്ങനെയുള്ള ഒരു ഫ്യൂണറൽ ഹോം ആണ് അതിന്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന 6-ാമത്തെ വിഷയം. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. ഒരു കാറ്റടിക്കുമ്പോ അതിന്മേൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പോകും, അതിന്റെ സ്ഥലം തന്നെ പിന്നെ അറിയത്തില്ല. ഏറ്റവും ഒടുവിൽ 7-ാമത് നമ്മൾ കാണുന്നത് അദൃശ്യ ലോകത്തിലെ ദൂതന്മാരെയും ദൃശ്യലോകത്തിലുള്ള ദൈവത്തിന്റെ ആധിപത്യത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി. ആ കൂട്ടത്തിൽ ദാവീദും കൂടെ ചേർന്ന് പാടുകയാണ്, എൻ മനമേ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒത്തുചേർന്ന് നിത്യമായി ആരാധിക്കുന്ന നിത്യമായ പ്രത്യാശയുടെ കൊട്ടാരം. 20, 21, 22 വാക്യങ്ങൾ. അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ, അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ, അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളുമേ എന്ന് പറഞ്ഞിട്ട് പറയുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സകലരും ചേർന്ന് ആരാധിക്കുന്ന ഒരാരാധന നമുക്കവിടെ കാണാനായി കഴിയും. നോക്കണേ, ദാവീദിന്റെ കൊട്ടാരത്തിലെ സപ്തസൗധങ്ങളുടെ സംഗീത മുറിയാണ് 103 നിലകളുള്ളതായ ഈ 103-ാം സങ്കീർത്തനം അല്ലെങ്കിൽ 103-ാമത്തെ നില. ഇവിടെയാണ് ഈ പറയപ്പെട്ട സപ്തസൗധങ്ങളെ നമുക്ക് കാണുന്നത്. ദേവാലയം, കോടതി, ആശുപത്രി, പവർ ഹൗസ്, കൂട്ടായ്മ ഭവനം, ഫ്യൂണറൽ ഹോം, പ്രത്യാശയുടെ സൗധം. ഇവിടെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന മഹത്തായ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. നോക്കണം, ഈ ആശുപത്രിയിലേക്ക്, ഇതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഈ ആശുപത്രിയിലേക്ക് ഒരു മാറാരോഗി കടന്നു വരുന്നു. ഒരു രോഗി. ഏതാ ഈ രോഗി? നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവേൻ എന്ന് ആദമിനോടും ഹവ്വയോടും കൽപ്പിച്ച് അവരെ സൃഷ്ടിച്ച ദൈവം. പക്ഷേ അവരുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസരണക്കേട് കാണിച്ച സകലതും തകർന്ന തരിപ്പണമായി പാപത്തിന്റെ മാറാരോഗിയായി തീർന്ന ആദാമിന്റെ സന്തതി അല്ലെങ്കിൽ മാനവജാതിയുടെ പ്രതിപുരുഷനാണ് ഈ കടന്നു വരുന്ന രോഗി. ഈ രോഗി ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു.
ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്ന് ചീട്ടെടുത്തു കഴിഞ്ഞപ്പോ ആ രോഗിയെ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടു. ആ ഡോക്ടർ ഡേവിഡാണ്. ഡോക്ടർ ഡേവിഡിന്റെ അടുത്തേക്ക് ഈ രോഗിയെ പറഞ്ഞു വിട്ടു. ഡേവിഡ് ഈ രോഗിയെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഒരു 3 ടെസ്റ്റ് നടത്തണം, എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ. ഈ 3 ടെസ്റ്റുകൾ നടത്താൻ പറഞ്ഞു. ആദ്യം പറഞ്ഞു സങ്കീർത്തനം 58 അധ്യായം, അതൊന്ന് വായിക്കാം. സങ്കീർത്തനം 58 3, 4, 5 വാക്യങ്ങൾ. സങ്കീർത്തനം 58 3, 4, 5. സങ്കീർത്തനം 58 3 വാക്യം വായിക്കും. 3, 4, 5 വാക്യങ്ങൾ വായിക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. അവർ ജനനം മുതൽ ഭോഷ്കു പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവി അടഞ്ഞ പൊട്ടയണലി പോലെ ആകുന്നു. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കുകയില്ല. ഒന്നാമത്തെ ടെസ്റ്റ് ആണ് സങ്കീർത്തനം 58 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചത്. ടെസ്റ്റ് നടത്തി. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. അവർ ജനനം മുതലേ ഭോഷ്കു പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പത്തിന്റെ വിഷം പോലെയാണ്. അവർ ചെവി അടഞ്ഞുപോയ പൊട്ട അണലി പോലെയാണ്. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദിയുടെ വാക്കത് കേൾക്കില്ല. രണ്ടാമത്തെ ടെസ്റ്റ് സങ്കീർത്തനം 57 അധ്യായത്തിന്റെ 4 വാക്യം. അവിടെ ആ ടെസ്റ്റ് നടത്തിയപ്പോ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. രണ്ടാമത്തെ ടെസ്റ്റിന്റെ റിസൾട്ടാണ്. മൂന്നാമത്തെ ടെസ്റ്റ് നടത്തി. അതിന്റെ റിസൾട്ട് സങ്കീർത്തനം 5 അധ്യായം 9 വാക്യം. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. അങ്ങനെ ഈ ഡോക്ടർ ഡേവിഡ് ഒരു ENT സ്പെഷ്യലിസ്റ്റ്, ഒപ്താൽമോളജി എക്സ്റ്റൻഷൻ എടുത്ത ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ രോഗിയെ കണ്ടു കഴിഞ്ഞ് ടെസ്റ്റ് നടത്തിയപ്പോ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ഡോക്ടർ ഡേവിഡിന് ഒരു കാര്യം മനസ്സിലായി. രോഗിയുടെ പല്ല് കുന്തമായി പോയി, നാവ് വാളായി പോയി. ഒരു വാക്ക് പറയാൻ വാ തുറന്നാൽ അടുത്തിരിക്കുന്നവനെ വെട്ടിക്കീറിയിട്ടേ നിർത്തത്തുള്ളൂ. അവന്റെ ഉള്ള് അവനെ കരയിപ്പിച്ചിട്ടേ നിർത്താൻ കഴിയുന്ന തരത്തിൽ നാവ് വാളായി പോയി, പല്ലുകൾ കുന്തങ്ങളായി, ചെവി പൊട്ടിപ്പോയി. അന്തരംഗം നോക്കിയപ്പോ നാശകൂപം. നോക്കണേ, വായില് നേരില്ല. വാവ് കൊണ്ട് ഒരു മധുരവാക്ക് പറയും, പക്ഷേ വായില് നേരില്ല. ഉടനെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വാ തുറക്ക. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, വാ തുറക്കാൻ പറഞ്ഞു. 10 സങ്കീർത്തനം 7 വാക്യം. വാ തുറന്നു രോഗിയെ നോക്കി. വായിയെ നോക്കിയപ്പോ ദാവീദ് കണ്ടത് അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ ഡേവിഡ് അവന്റെ നാവൊന്ന് പൊക്കി നോക്കി. അപ്പൊ നാവിന്റെ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. നോക്കണേ, രോഗിയുടെ ഒരു അവസ്ഥ നോക്കണം. ശാപം, വ്യാജം, സാഹസം. നാക്ക് പൊക്കി നോക്കി, അതിന്റെ അടിയിൽ ദോഷവും അതിക്രമവും. അന്നേരം ഡോക്ടർ ഡേവിഡ് പേഷ്യന്റിന്റെ കണ്ണ് നോക്കി. സങ്കീർത്തനം 36:1. കണ്ണ് നോക്കിയപ്പോ ഡോക്ടർക്ക് മനസ്സിലായത് അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഭയമില്ല അവന്റെ ഹൃദയത്തിൽ. നോക്കണ്ട, ഡോക്ടർ ഡേവിഡ് ഈ ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് താൻ റിപ്പോർട്ട് എഴുതി. ഈ ടെസ്റ്റുകളുടെ റിസൾട്ട് താൻ നോട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ഡേവിഡ് എഴുതിയിട്ട് മെഡിക്കൽ ചീഫായ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അടുക്കൽ ഈ നോട്ട് കൊടുത്തു വിടുക. നോട്ടിൽ ദാവീദ് എഴുതി വെച്ചത്, പേഷ്യന്റിനെ അണലി കടിച്ചു, അണലി പ്രകൃതിയായി, വിഷമകത്ത് കയറി, ചെവി പൊട്ടിപ്പോയി,
പല്ല് കുന്തമായി മാറി, നാവ് വാളായി മാറി, കണ്ണിൽ നിന്ന് ദൈവഭയം പോയി, വായിൽ നിന്നും നേര് പോയി. അതിനു പകരം 5 വസ്തുക്കൾ അതിനകത്ത് കയറിപ്പറ്റി. നാവിനുള്ളിൽ ശാപം, വ്യാജം, സാഹസം, ദോഷം, അതിക്രമം, ഇങ്ങനെ 5 ടെനന്റുകൾ വായ്ക്കുള്ളിൽ, നാവിനുള്ളിൽ കയറിപ്പറ്റി. തൊണ്ട നോക്കിയപ്പോ തുറന്ന ശവക്കുഴി. ഈ പേഷ്യന്റിനെ ഒരു 250 വർഷം കഴിഞ്ഞപ്പോ ഒരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. ഡോക്ടർ യെശയ്യാവ്. ഡോക്ടർ യെശയ്യാവിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. യെശയ്യാവ് ഡോക്ടർ പേഷ്യന്റിനെ കണ്ടു. പേഷ്യന്റിനെ കണ്ട ഉടനെ പേഷ്യന്റിനെ തന്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. കണ്ട ഉടനെ ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം യെശയ്യാവ് 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം. അയ്യോ! ഡോക്ടർ നിലവിളിക്കുക. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് താൻ കുറിപ്പെഴുതുക, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്നാ കാര്യമാണ്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല നോക്കി തല മുഴുവൻ ദീനം, ഹൃദയം നോക്കി ഹൃദയം മുഴുവൻ രോഗം, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നോക്കണേ, പേഷ്യന്റിനെ കണ്ട ഉടനെ ഡോക്ടർ യെശയ്യാവ് വിളിച്ച വിളി അയ്യോ എന്നാ നിലവിളിച്ചത്. ഇത്രമാത്രം വല്ലാത്ത അവസ്ഥയിലായി പോയ രോഗിയെ കണ്ടിട്ട് ഡോക്ടർ പോലും അയ്യം വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത് അപ്പന്മാർ മുതൽ കറപ്റ്റഡ് ആണ്. ഹെഡ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഹെഡ് സ്കാൻ ചെയ്തു. ഹെഡ് സ്കാൻ ചെയ്തപ്പോ തല മുഴുവൻ ദീനം, കൊള്ളരുതാത്ത ചിന്ത മാത്രം. EKG എടുക്കാൻ കൊടുത്തു വിട്ടു. EKG എടുത്തു. റിസൾട്ട് വന്നു, ഹാർട്ട് പേഷ്യന്റ് ആണ്. ഡോക്ടർ യെശയ്യാവ് അവിടെ നിന്ന് ഈ രോഗിയെ ഡോക്ടർ എസെക്കിയേലിന്റെ അടുത്തേക്ക് വിടുക. എസെക്കിയേൽ പീഡിയാട്രിഷ്യനാണ്. എസെക്കിയേലിന്റെ അടുത്തേക്ക് വിട്ടു. എസെക്കിയേൽ രോഗിയെ പരിശോധിച്ചു. 16-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവിടെ ഡോക്ടർ എസെക്കിയേൽ കണ്ടുപിടിച്ചത് നിന്റെ ജനന വസ്തുതയോ, ജനിച്ച കാലത്തെക്കുറിച്ച് പറയുക, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, നിന്റെ ശരീരത്തിൽ അവിടെ ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയില്ല, നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. എന്നിട്ട് താൻ കുറിച്ചു വെച്ചു, നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. ജനിച്ചപ്പോഴേ അവഗണിക്കപ്പെട്ട ശിശുവാണ്. അവർക്ക് കുഞ്ഞിനെ കണ്ടപ്പോഴേ അവർക്ക് വെറുപ്പ് തോന്നി, കുഞ്ഞിനെ എടുത്ത് പുറത്ത് കളഞ്ഞു. വെളിമ്പ്രദേശത്ത് കിടക്കുക, ജനിച്ചപ്പോഴേ അവഗണിക്കപ്പെട്ട ശിശു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിന്റെ 3 എക്സ്റേ എടുത്തോണ്ട് വരണം. ഹാർട്ട് സ്പെഷ്യലിന്റെ അടുത്ത് നിന്നുള്ള റിപ്പോർട്ടാണ്. 3 എക്സ്റേ എടുക്കാൻ പറഞ്ഞു. റേഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ടു. ഡോക്ടർ മോസസ്, റേഡിയോളജിസ്റ്റ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഈ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ മോസസ് എക്സ്റേ എടുത്തപ്പോൾ അവിടെ എക്സ്റേയുടെ റിസൾട്ട്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ആ എക്സ്റേ കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സ്റേക്ക് വിടുന്നത്, ഡോക്ടർ യെരമ്യാവിന്റെ അടുത്തേക്ക്. ഡോക്ടർ ജെറമായ
രോഗിയുടെ എക്സ്റേ എടുക്കുക. 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോ കിട്ടിയ മറുപടി, റിസൾട്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അതാരാഞ്ഞറിയുന്നവനാര്. 1000 കൊല്ലം കഴിഞ്ഞു. ഡോക്ടർ ജീസസിന്റെ അടുത്തേക്ക് പേഷ്യന്റ് വരിക. ജീസസ് രോഗിയെ ചെക്ക് ചെയ്തു. മർക്കോസ് 7-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. അവിടെ വന്ന റിസൾട്ട്, ഡോക്ടർ ജീസസ് രോഗിയിൽ നിന്ന് മനസ്സിലാക്കിയത്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എന്നിട്ട് പറയാ, അകത്ത് നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഹൃദയം നോക്കിയപ്പോ ഹൃദയത്തിൽ 13 പുഴുക്കുത്തുകൾ, ഇല്ലീഗൽ ടെനൻസ് കയറി കുടിയിരിക്കുക. 13 ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. 13 ഇല്ലീഗൽ ടെനൻസ് അകത്ത് കയറിയിരിക്കുക. നോക്കണേ, 6 ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു പേഷ്യന്റിനെ. ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ എസയാവ്, ഡോക്ടർ എസക്കിയേൽ, ഡോക്ടർ മോസസ്, ഡോക്ടർ ജെറമായ, ഡോക്ടർ ജീസസ്. ഈ റിസൾട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വന്നു. ചീഫ് ഫിസിഷ്യന്റെ അടുത്തേക്ക് വന്നു. ദൈവം നോക്കി. ദൈവം ഉടനെ എഴുതി വെച്ചു, ഹാർട്ട് സർജറി ഉടൻ ചെയ്യണം. ഈ പേഷ്യന്റിന് ഹാർട്ട് സർജറി ഉടൻ ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് നഷ്ടപ്പെട്ടു പോകും. അതിന് രക്തം വേണം സർജറി നടത്തുമ്പോ. ദൈവം മനുഷ്യരെ നോക്കി, പറ്റില്ല, ഒറ്റ മനുഷ്യന്റെ രക്തം കൊള്ളില്ല. ദൈവം നോക്കിയപ്പോ എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്ന മനുഷ്യൻ, നീതിമാൻ ആരുമില്ല. ഹാർട്ട് സർജനെ വിളിച്ചു. ഹോളി സ്പിരിറ്റ്, ഹാർട്ട് സർജൻ വന്നു. ബോധം വരുത്താൻ 3 ഗുളിക രോഗിക്ക് കൊടുക്കുക. നമുക്കറിയാം, സാധാരണ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ ബോധം കെടുത്തിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഹാർട്ട് സർജന്റെ പ്രത്യേകത, ഹോളി സ്പിരിറ്റ് എന്ന ഹാർട്ട് സർജന്റെ പ്രത്യേകത, ബോധം വരുത്താൻ വേണ്ട 3 ഗുളിക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപബോധ ഗുളിക, നീതിബോധ ഗുളിക, ന്യായവിധി ബോധ ഗുളിക. ഈ 3 ഗുളിക ഹാർട്ട് സർജൻ കൊടുത്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയാണ്. കത്തി എടുത്തു. കത്തി എന്താണ് കത്തി? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്താ രോഗിയുടെ വിഷയം? രോഗി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആ രോഗിയുടെ അരിഷ്ടനായ മനുഷ്യന്റെ പഴഞ്ചൻ ഹൃദയം എടുത്തു. ആ ഹൃദയത്തിൽ വന്ന 13 പാടുകൾ മാറ്റാൻ വിലയേറിയ ദ്രാവകം. ഇതാണ് മാനസാന്തരം. ഹൃദയം തുറന്നു, വചനത്താൽ രോഗിയെ മുറിച്ചെടുത്തു. ആ രോഗിയുടെ ഹൃദയത്തിലുള്ള 13 പുഴുക്കുത്തുകൾ അത് മാറ്റി, അത് ശരിയാക്കി എടുക്കുവാൻ വിലയേറിയ ദ്രാവകം. അത് നമ്മൾ കാണുന്നു എസെക്കിയേലിന്റെ പ്രവചനം 36-ന്റെ 26-ാം വാക്യം. നമ്മളവിടെ കാണുന്നത്, ഞാൻ നിങ്ങൾക്ക് ഈ പഴയ ഹൃദയത്തിന് പകരം ഒരു പുതിയ ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി വെക്കും. കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ എടുത്ത് നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതിന് ശേഷം മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും.
ആമേൻ. Yes. നോക്കണേ, ഈ 3 സ്ഥലത്ത് ഇത് സർജറി നടന്നു, സർജറി നിവർത്തിച്ചു. ഈ സർജറി കഴിഞ്ഞപ്പോ 3 സ്ഥലത്ത് അതിന്റെ റിയാക്ഷൻ വന്നു. ഒന്ന് അകത്ത് വന്നു, രോഗിയുടെ അകത്ത്. 2 സ്വർഗത്തിൽ വന്നു. 3 പുറത്തു വന്നു. ഈ 3 സ്ഥലത്ത് ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാകും. പുതിയ ഹൃദയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അകത്തും പുറത്തും സ്വർഗത്തിലും. നോക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിൽ സന്തോഷം. ഉടനെ അവിടെ ശബ്ദം മുഴങ്ങി, ഓപ്പറേഷൻ സക്സസ്. ഓപ്പറേഷൻ കഴിഞ്ഞു. രോഗിയുടെ കല്ലായ ഹൃദയം എടുത്ത്, കേടുപിടിച്ച ഹൃദയം അവിടെ നിന്ന് മാറ്റി ഒരു പുതിയൊരു ഹൃദയം, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായുള്ള ഹൃദയം വെച്ച് പിടിപ്പിച്ചു. ഓപ്പറേഷൻ സക്സസ്. അത് കഴിഞ്ഞ് രോഗിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. എന്തിനാ? രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കാൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നോക്കണേ, ഒരു വിവാഹ നിശ്ചയം നടക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നോക്കണേ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. സ്നാനത്തിന് ഇറങ്ങുമ്പോൾ മനസ്സ് മന്ത്രിക്കണം. നമ്മുടെ ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 7:30 നമ്മൾ കാണുന്നുണ്ട്, സ്നാനത്തിന് എതിരായി നിന്നവർ. അവിടെ പറയുന്നത്, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. എന്താണ് സ്നാനം? അത് ദൈവത്തിന്റെ ആലോചനയാണ്. സ്നാനപ്പെടേണ്ടത് ദൈവവചനപ്രകാരം ന്യായമാണെന്ന് മനസ്സിലായിട്ടും അത് നിവർത്തിക്കാൻ മനസ്സ് വെക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളയുകയാണ്. ഇന്ന് രാത്രികാലം അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയരെ, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. എന്തുവാ? രക്ഷിക്കപ്പെട്ട വ്യക്തി സ്നാനം ഏൽക്കണം. അത് ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നതാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു വേണ്ടിയാണ്. കർത്താവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണം. എങ്കിലേ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്. ആ ചേരുന്നതിലൂടെ നമ്മൾ കർത്താവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളിയായി തീരുക. കർത്താവിനെ മരിച്ച് അടക്കപ്പെട്ടതുപോലെ ഒരു വ്യക്തി സ്നാനക്കടവിലേക്ക് ചെയ്യുമ്പോൾ വ്യക്തി വെള്ളത്തിന്റെ അടിയിലേക്ക്
താഴുമ്പോൾ കർത്താവ് അടക്കപ്പെട്ടതുപോലെ ഏകീഭവിക്കുന്ന ഒരനുഭവം. അത് കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി, പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാൻ വേണ്ട സ്റ്റെപ്പ് എടുത്തവരായി നമ്മൾ മാറുകയാണ്. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞത്, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ആരെങ്കിലും ഇത് കേട്ടിട്ടും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി ആ ദൈവത്തിന്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആലോചനയാണ്. അത് ഏറ്റെടുക്കാതിരുന്നാൽ ദൈവത്തിന്റെ ആലോചനയെ നിങ്ങൾ വൃഥാവാക്കി കളയുകയാണ്. ഈ രോഗിയെ ഡ്രസ്സിങ് കഴിഞ്ഞപ്പോ ഈ രോഗിയെ ഹെൽത്ത് ടോണിക് കിട്ടുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഹെൽത്ത് ടോണിക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ പരിശുദ്ധാത്മാവെന്ന ദാനം അത് ദൈവം ദാനമായി തരുന്നതാണ്. ആ ദാനം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയണം, നമുക്കത് പ്രാപിക്കുവാൻ കഴിയണം. അതിനു മുന്നോടിയാണ് നാം എടുക്കുന്നതായ സ്നാനം എന്ന വിഷയം. ഈ ഹെൽത്ത് ടോണിക്കിന് ശേഷം ഈ രോഗിയെ ആന്റി പോളിയോ വാക്സിൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 40-ാം വാക്യം. അവിടെ കാണുന്ന മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. എന്തുവാ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറ നമ്മുടെ ചുറ്റുപാടുമുണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിലും പുറകിലും ഇടയ്ക്കും ഇടത്തും വലത്തും എല്ലാം ഉണ്ട്. രക്ഷിക്കപ്പെട്ടാലും നമ്മുടെ ഹാർട്ട് ഒരു പുതിയ ഹൃദയം പ്രാപിച്ചാലും രക്ഷിക്കപ്പെട്ട് നമ്മൾ സ്നാനമേറ്റാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചാലും നമ്മൾ പാർക്കുന്നത് വക്രതയുള്ള തലമുറയുടെ ഇടയിലാണ്. ഈ ഭൂമിയിലാണ് നമ്മൾ പാർക്കുന്നത്. അത് ദൈവത്തിന്റെ വചനം പറഞ്ഞു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ഈ ലോകമെന്ന് പറയുന്നത് വക്രത നിറഞ്ഞ ഒരു ലോകമാണ്. ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ആന്റി പോളിയോ വാക്സിൻ എടുക്കണം. ഈ ആന്റി പോളിയോ വാക്സിൻ എടുക്കുമ്പോ എന്തുവാ സംഭവിക്കുന്നത്? അതിന് മെഡിക്കൽ സ്റ്റോറിൽ പോണം. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മയെ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ ഈ ഹൃദയ ശസ്ത്രക്രിയ നടന്ന് മാനസാന്തരത്തിലൂടെ ഒരു പുതു ഹൃദയം നമുക്ക് തന്ന് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും വിടുതൽ പ്രാപിച്ച്, അല്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ കുഴിയിൽ കിടന്ന് നിത്യ നരകത്തിലേക്ക് ദണ്ഡനത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന നമ്മെ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹം മാടി വിളിച്ച് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ഒരു പുതുജീവൻ നമുക്ക് തന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിർത്തുമ്പോൾ പിന്നെ ഒറ്റച്ചാടൻ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റില്ല. അവര് ഉപദേശം കേൾക്കണം.
ഉപദേശം കേട്ടില്ലെങ്കിലുള്ള പ്രശ്നം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രമാത്രം വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ നേരായ ഉപദേശം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. കാരണം കണ്ടമാനം ദുരുപദേശങ്ങളുടെ ഭണ്ഡാരങ്ങളുടെ നടുവിലാണ് നമ്മൾ പാർക്കുന്നത്. പല 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 ദുരുപദേശങ്ങൾ. ഓരോ ദിവസം കഴിയും തോറും ദുരുപദേശങ്ങളുടെ ആക്കം കൂടിക്കൂടി വരികയാണ്. ഇത് ഉപദേശമാണോ ദുരുപദേശമാണോ എന്ന് മനസ്സിലാക്കാൻ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കണം, ദൈവവചന ഉപദേശം കേൾക്കണം, ദൈവവചനം പഠിക്കണം, ധ്യാനിക്കണം. ആരെങ്കിലും കേൾക്കുന്നത് കേട്ട് ആമീൻ പറയാനല്ല നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നാം ദൈവത്തിന്റെ വചനം പഠിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ കയറും. ദുരുപദേശത്തിന്റെ വലിയ ഭാണ്ഡത്തിന്റെ കെട്ട് നമ്മുടെ ഉള്ളിലിട്ട് പൊട്ടിക്കും. നാം രക്ഷപ്പെട്ടാൽ നമ്മുടെ രക്ഷയെ തകർത്തു കളയുവാൻ ഈ ദുരുപദേശത്തിന് വലിയ കഴിവുണ്ട്. അതുകൊണ്ട് അതിൽ വീണു പോകാതെ ഇരിക്കാൻ ഉപദേശം കേട്ടേ ഒക്കത്തുള്ളൂ. ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഉപദേശം കേൾക്കണം. 2, കൂട്ടായ്മ ആചരിക്കണം. ഫെലോഷിപ്പ്. ചിലർ വിചാരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഇനി വീട്ടിൽ ഞാൻ ഇരുന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചിരുന്നാ മതി. പോരാ. നിങ്ങൾ കൂട്ടായ്മയെ ആചരിക്കണം. കൂട്ടായ്മയെ ആചരിക്കാൻ മറ്റുള്ള ദൈവമക്കളുമായി ഫെലോഷിപ്പ് ഉണ്ടാകണം. മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് ജീവിച്ച് ദൈവമുമ്പാകെ നേരെ നിൽക്കാമെന്ന് കരുതരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ മേൽ നമുക്കൊരു കൈത്താങ്ങായി തീരുവാൻ, നമുക്കൊരു പ്രാർത്ഥന പങ്കാളിയായി തീരുവാൻ, നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മുമ്പാകെ അപേക്ഷ അർപ്പിക്കുവാൻ, നമുക്ക് വേണ്ടി മിഡിലിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് കൂട്ടു സഹോദരങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിൽ സഭയുടെ ഉപദേശം പറയുമ്പോൾ ആ ഉപദേശത്തിലെ 3 ഉപദേശങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം. കൂട്ടായ്മ ആചരിച്ചേ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് നമുക്ക് ഓടാൻ പറ്റില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ലോകം മുഴുവൻ ആരോടും എനിക്ക് ഇടപെടാൻ പറ്റില്ല, എല്ലാം എല്ലാം മോശപ്പെട്ട മനുഷ്യരാ, അവരുടെ കൂടെ കൂടിയാൽ എന്റെ ആത്മീകം പോകുമെന്ന് പറഞ്ഞ് വീടിനകത്ത് അടച്ചിരിക്കാനല്ല, പിന്നെയോ ഉപദേശം കേൾക്കാൻ പോകണം, കൂട്ടായ്മ ആചരിക്കാൻ പോകണം. പിന്നെ പറഞ്ഞു അപ്പം നുറുക്കണം, കർത്താവിന്റെ മേശ. ഈ കാര്യങ്ങളിലൊക്കെ പങ്കാളികളായേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു പുതിയ ഹൃദയമാണ് നമുക്കിപ്പോ സർജറി കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി നമ്മൾ മുമ്പോട്ട് പഠിച്ചു വരണം. നമുക്കറിയാം, ഹാർട്ട് സർജറി നടത്തിയാൽ പിറ്റേ ദിവസം നമുക്ക് ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ല. കുറെ ദിവസം ബെഡ് റെസ്റ്റ് വേണം. ആ കുറെ ദിവസം ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റ് സ്റ്റെപ്പ് വെക്കാൻ നമ്മൾ അല്ലെങ്കിൽ നടക്കാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണം. ആ ഹെൽപ്പ് ഇല്ലാതെ ഹാർട്ട് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ട് ഞാൻ തന്നെ കട്ടിലിൽ നിന്ന് എണീറ്റോളാം, ഞാൻ തന്നെ കുളിച്ചോളാം, ഞാൻ തന്നെ നടന്നോളാം, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് നടക്കുകയല്ലെന്നേ. നമുക്ക് സഹായം വേണം. ആ സഹായം വന്ന് നമ്മൾ ആരോഗ്യം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഈ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ശത്രു കൊണ്ടുവരുന്നതായ ദുരുപദേശങ്ങളുടെ മുമ്പാകെ നേരെ നിൽക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ദുരുപദേശങ്ങൾ നമ്മെ വിഴുങ്ങിക്കളയും.
അത്രമാത്രം ദുരുപദേശങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, അല്ലെങ്കിൽ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം. അത് ഫെലോഷിപ്പ് വാർഡാണ്. ഈ രോഗിയെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫെലോഷിപ്പ് വാർഡിലേക്കാണ് വിട്ടത്. കൂട്ടായ്മ ആചരിക്കണം, അവിടെ വിശ്രമിക്കണം. അവിടെ വിശ്രമിക്കാൻ വേണ്ടി രോഗിയെ വിട്ടു. എന്തിനാ? ബലം പ്രാപിക്കണം. ഒറ്റച്ചാടും വണ്ടി കയറി പോകാൻ പറ്റില്ല, കൂട്ടായ്മ ആചരിച്ചു വേണം പോകാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ രോഗിയോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ സർജറി കഴിഞ്ഞു, ഡ്രസ്സിങ് കഴിഞ്ഞു, ടോണിക്ക് കിട്ടി, പോളിയോ വാക്സിൻ എടുത്തു, മെഡിസിൻ കിട്ടി, ഫെലോഷിപ്പ് വാടി കൂട്ടായ്മ ആചരിച്ചു, ഇനി ഡെയിലി ചെക്കപ്പ് നടത്തേണ്ട വാടി പോണം. 139 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. അവിടെ ദൈവത്തിന്റെ ആത്മാവ് കുറിച്ചു വെച്ചത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ഇത് ഡെയിലി പ്രോസസ്സാണ്. ദൈവത്തോട് നമ്മൾ വിളിച്ചു പറയുക, ദൈവമേ എന്നെ ശോധന ചെയ്യണമേ, എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ. നമ്മുടെ ചിന്തകൾ ദൈവത്തിന്റെ മുമ്പാകെ വെക്കുക. എന്റെ ചിന്തകളെ ദൈവമേ അങ്ങ് ശോധന ചെയ്യണമേ. എന്നിട്ട് ആ ചിന്തകളെ, ഈ നിലവുകളെ ഒക്കെ ശോധന ചെയ്യുമ്പോ വ്യസനത്തിനുള്ള എന്തെങ്കിലും മാർഗം എന്നിലുണ്ടെങ്കിൽ ദൈവമേ അത് മാറ്റി എന്നെ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇത് രോഗിയുടെ പ്രാർത്ഥനയാണ്. ഈ പുതുഹൃദയം കിട്ടിയ വ്യക്തിയുടെ പ്രാർത്ഥനയായിരിക്കണം. ഡെയിലി ചെക്കപ്പാണ്. ഈ ഡെയിലി ചെക്കപ്പിയുടെ മുമ്പിൽ പോയാൽ മാത്രമേ നമുക്ക് നാം നിൽക്കുന്ന അവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരായ ട്രാക്കിലാണോ, എവിടെങ്കിലും ഡീവിയേഷൻ ഉണ്ടായെങ്കിൽ ദൈവമേ എന്നെ നേരായ മാർഗത്തിൽ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ഓരോ ദിവസവും നമുക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ആ ദൈവം ഈ രാത്രികാലം നമ്മുടെ ഒക്കെ സമീപത്തുണ്ട്. നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽപ്പുണ്ട്. നിങ്ങൾ കൈ നീട്ടിയാൽ പിടിക്കാൻ പാകത്തിൽ ആ ദൈവം നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് ആ ദൈവത്തോട് പറയാമെങ്കിൽ ഈ 139 സങ്കീർത്തനത്തിലെ ഈ സെയിം വാക്യം, 23, 24 വാക്യങ്ങൾ, ദൈവമേ ഈ രാത്രി എന്നെ ശോധന ചെയ്യണമേ, എന്റെ ഹൃദയത്തെ അറിയണേ, എന്നെ അങ്ങ് പരീക്ഷിക്കണമേ, എന്റെ ചിന്തകളെ, എന്റെ നിലവുകളെ അറിയണമേ. എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗം എന്റെ വാക്കിലോ, എന്റെ നോട്ടത്തിലോ, എന്റെ പ്രവൃത്തിയിലോ, എന്റെ ചിന്തകളിലോ എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി, ദൈവമേ അങ്ങയുടെ ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നീ രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? 2000 ആണ്ടുകൾക്ക് മുമ്പ് പിതാവായ ദൈവം, കാലങ്ങൾ കൊണ്ട് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക മാനവജാതിയെ വിടുവിച്ചെടുക്കുവാൻ. കാലങ്ങൾ നോക്കിയിട്ടും ഒരു മാർഗവും കാണാതെ വന്നപ്പോൾ എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാൻ, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായുള്ള ഒരു പുതുഹൃദയം നമ്മുടെ ഉള്ളിൽ വെക്കുവാൻ വേണ്ടി ദൈവം കുഞ്ഞാടിന്റെ രക്തം, സ്വന്തം പുത്രനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞ ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തിന്റെ അനന്തര ഫലമാണ് ഞാനും നിങ്ങളും. ആ കാൽവറി ക്രൂശിലോട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. അടിയേറ്റ്, മുറിവേറ്റ്, തലയിൽ മുൾക്കിരീടം വെച്ച് അടി കിട്ടി, കണ്ണിന്റെ തളത്തിൽ നിന്നും കണ്ണുപോലും അവിടെ നിന്ന് ഇളകി തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ, മുഖത്തെ രോമം മുഴുവൻ വലിച്ചു പറിച്ച് മുഖത്തു നിന്ന് രക്തമൊഴുകുന്ന സന്ദർഭത്തിൽ
വിലാവ് കുത്തിത്തുളച്ച് രക്തവും വെള്ളവും ഒഴുകുന്ന സന്ദർഭത്തിൽ പുറം മുതുവ് ചാലുപോലെ കീറി ഉഴുതുവിട്ട ദൈവത്തിന്റെ ഓമനപുത്രനായ ക്രിസ്തു, ആ കർത്താവിനെ നോക്കണം, ആണികളാൽ കുരിശിൽ ചേർത്ത് വെച്ച് ആഞ്ഞടിച്ച് ആ കുരിശ് കുഴിച്ചിടുവാൻ വേണ്ട കുഴിയിലേക്ക് തള്ളിയിടുമ്പോ കർത്താവ് അവിടെ നിന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ ശബ്ദം ഇന്ന് രാത്രി നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പക്ഷെ അവിടെ നിങ്ങൾ നോക്കിക്കേ, പിതാവായ ദൈവം ഈ ശബ്ദം കേട്ടപ്പോൾ സ്വന്തം പുത്രന്റെ മുഖത്ത് നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ ഒരു ദൈവം. കാരണം ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്നെ രക്ഷിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. ആ ക്രൂശിൽ കിടന്ന് കർത്താവ് എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് നിലവിളിച്ചപ്പോൾ പിതാവിന് മനസ്സലിഞ്ഞ് സ്വന്തം പുത്രനെ തിരികെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്കുള്ള രക്ഷ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ആ സ്വന്തം പുത്രൻ നിലവിളിക്കുമ്പോഴും വേദന കൊണ്ട് നിലവിളിക്കുമ്പോഴും പിതാവ് മുഖം തിരിച്ചു നോക്കിയത് എന്റെ മുഖത്തേക്കും നിങ്ങളുടെ മുഖത്തേക്കുമാണ്. ആ പിതാവായ ദൈവം എന്റെ മുഖവും നിങ്ങളുടെ മുഖവും പാപത്തിന്റെ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നിത്യ നരകത്തിലേക്ക് ഗമനം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പിതാവായ ദൈവത്തിന് സ്വന്തം പുത്രനെ ആദരിക്കാൻ കഴിഞ്ഞില്ല. അതാ വചനം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു പിതാവായ ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാ നമുക്ക് ഈ രാത്രികാലവും ദൈവമേ എന്ന് വിളിക്കുവാനുള്ള സാവകാശം നമുക്ക് ലഭിച്ചത്. ശത്രുവിന്റെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടി ശത്രു ചവച്ച് തുപ്പിയ ചണ്ടിയായി കിടന്ന നമ്മെ ദൈവ സ്നേഹത്താൽ കഴുകി ശുദ്ധീകരിച്ച് ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ കഴുകി പുതുഹൃദയം നമുക്ക് തന്ന് ദൈവത്തിന്റെ മക്കളാക്കി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയ്ക്ക് നമ്മെ ഓഹരിക്കാരിയാക്കി തീർക്കുവാൻ പിതാവായ ദൈവം നമ്മിൽ കണ്ടത് എന്ത് നന്മയാണ്! എന്ത് നന്മ കണ്ടിട്ടാ ദൈവം സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി തന്നത്? ഒരു നന്മയും പറയാനില്ല. നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കുമല്ല, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവുമല്ല, നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബ ശ്രേഷ്ഠതയോ അല്ല. പിന്നെയോ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. ആ കരുണ തോന്നിയ ദൈവം, ആ മനസ്സലിവ് തോന്നിയ ദൈവം ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചെടുക്കുവാൻ സ്വന്തം പുത്രനെ കാൽവറിയിൽ തീർത്തു കളഞ്ഞ ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. നമ്മളെ പുതുമനുഷ്യനാക്കി തീർക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ആ ദാവീദ് സങ്കീർത്തനത്തിലൂടെ 103-ാം സങ്കീർത്തനത്തിലൂടെ എഴുതി വെച്ചത് നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ആ സകല രോഗങ്ങളും എന്ന് പറയുമ്പോൾ അതിനകത്ത് സകലതും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അകൃത്യം മോചിക്കുന്ന ഒരു ദൈവം, നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ദൈവം, കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവം. ആ ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളുടെ സമീപത്തുണ്ട്. ആ ദൈവത്തെ നമ്മുടെ മാറോട് ചേർത്ത് വെക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും രാത്രികാലം സഹായിക്കട്ടെ. ആ ദൈവ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ഈ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു ദൈവം, നമ്മുടെ സകല അകൃത്യങ്ങളും മോചിക്കുന്ന ഒരു കോടതിയായ ദൈവം, നമ്മെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിൽ രാത്രികാലം നമ്മെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.